ഹലോ ആൾ പഞ്ചവത്സര പദ്ധതികളെക്കുറിച്ചുള്ള ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 1-2 പഞ്ചവത്സര പദ്ധതികളെക്കുറിച്ച് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഈ ചാനലിലെ പഞ്ചവത്സര പദ്ധതികൾ എന്ന പ്ലേലിസ്റ്റിൽ ഈ ക്ലാസ്സുകളൊക്കെ കാണാൻ കഴിയും. ആവശ്യമുള്ളവർ അതുകൂടി റെഫർ ചെയ്യുക. ക്ലാസ്സുകളൊക്കെ ഇഷ്ടമായെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് 3-ാം പഞ്ചവത്സര പദ്ധതിയെക്കുറിച്ചും 4-ാം പഞ്ചവത്സര പദ്ധതിയെക്കുറിച്ചുമാണ്. 3-ാം പഞ്ചവത്സര പദ്ധതി. 3-ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം 1961 മുതൽ 1966 വരെയാണ്. ജോൺ സാൻഡി ആൻഡ് ചക്രവർത്തി മോഡൽ എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതിയാണ് 3-ാം പഞ്ചവത്സര പദ്ധതി. ഇന്ദിരാഗാന്ധി അധ്യക്ഷത വഹിച്ചിട്ടുള്ള ആദ്യത്തെ പഞ്ചവത്സര പദ്ധതി കൂടിയാണിത്. ഇതിൽ നമ്മൾ കൂടുതലായിട്ട് ഊന്നൽ നൽകിയത് സമ്പദ്ഘടനയുടെ സ്വയം പര്യാപ്തതയ്ക്കായിരുന്നു. ഇന്ത്യ കുറച്ച് തിരിച്ചടി നേരിട്ട അല്ലെങ്കിൽ ഇന്ത്യയെ പിന്നോട്ട് വലിച്ച കുറച്ച് സംഭവങ്ങളൊക്കെ 3-ാം പഞ്ചവത്സര പദ്ധതിക്കാലത്ത് ഉണ്ടായിട്ടുണ്ട്. ഏതൊക്കെയാണവ? 1962 ഇന്ത്യ ചൈന യുദ്ധം, 1965 ഇന്ത്യ പാക് യുദ്ധം, കടുത്ത വരൾച്ച എന്നിവയൊക്കെയായിരുന്നത്. ഇവയൊക്കെ കാരണം കാര്യമായ ഒരു നേട്ടത്തിലേക്ക് നമുക്ക് എത്താൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. 5.6% വളർച്ചാ നിരക്കായിരുന്നു നമ്മൾ ലക്ഷ്യമിട്ടിരുന്നത്. പക്ഷേ നമുക്ക് 2.8% വളർച്ച മാത്രമേ നേടാൻ കഴിഞ്ഞുള്ളൂ. അതുപോലെ തന്നെ ആദ്യ ദേശീയ അടിയന്തരാവസ്ഥ ഈ കാലഘട്ടത്തിലായിരുന്നു ഉണ്ടായിരുന്നത്. ഈ കാലഘട്ടത്തിലുണ്ടായ പ്രധാന നേട്ടങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തേത് ഹരിത വിപ്ലവത്തിന് തുടക്കം കുറിച്ചു. NCERT സ്ഥാപിതമായി. 1961 അത്. 1964 കോത്താരി കമ്മീഷൻ നിലവിൽ വന്നു. 1966 താഷ്കന്റ് കരാർ നിലവിൽ വന്നു. 1965 നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡ് സ്ഥാപിതമായി. നമുക്ക് ഒന്നുകൂടി ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്യാം. 3-ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം 1961 മുതൽ 66 വരെയാണ്. ജോൺ സാൻഡി ആൻഡ് ചക്രവർത്തി മോഡൽ എന്നറിയപ്പെട്ടിരുന്നു. ഇന്ദിരാഗാന്ധി അധ്യക്ഷത വഹിച്ചിട്ടുള്ള ആദ്യത്തെ പദ്ധതിയായിരുന്നു ഇത്. സമ്പദ്ഘടനയുടെ സ്വയം പര്യാപ്തതയ്ക്കായിരുന്നു ഊന്നൽ നൽകിയത്. 5.6% വളർച്ചാ നിരക്ക് ലക്ഷ്യമിട്ടിരുന്ന ഈ പദ്ധതി 2.8% മാത്രമേ കൈവരിച്ചിട്ടുള്ളൂ. 1962 ഇന്ത്യ ചൈന യുദ്ധം, 1965 ഇന്ത്യ പാക് യുദ്ധം, കടുത്ത വരൾച്ച ഇവയൊക്കെയായിരുന്നു ഇതിന് കാരണം. പ്രധാന നേട്ടങ്ങളൊക്കെ എന്തൊക്കെയായിരുന്നു? ഹരിത വിപ്ലവത്തിന് തുടക്കം കുറിച്ചു, NCERT സ്ഥാപിതമായി, കോത്താരി കമ്മീഷൻ നിലവിൽ വന്നു, താഷ്കന്റ് കരാർ നിലവിൽ വന്നു, നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡ് സ്ഥാപിതമായി. ഇവയൊക്കെയായിരുന്നു. ഇനി നമുക്ക് 1966 മുതൽ 69 വരെ എന്തായിരുന്നു ഉണ്ടായിരുന്നതെന്ന് നോക്കാം. ആ കാലത്ത് പഞ്ചവത്സര പദ്ധതികളൊന്നും നടപ്പിലാക്കിയിരുന്നില്ല. പകരം വാർഷിക പദ്ധതികളായിരുന്നു നിലവിലുണ്ടായിരുന്നത്. ഈ സമയത്ത് ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്നു ഇന്ദിരാഗാന്ധി. ഇതിനെ പ്ലാൻ ഹോളിഡേ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. അടുത്തത് 4-ാം പഞ്ചവത്സര പദ്ധതിയെക്കുറിച്ച് നോക്കാം. കാലഘട്ടം 1969 മുതൽ 1974 വരെ. സ്ഥിരതയോടുകൂടിയുള്ള വളർച്ച, സ്വാശ്രയത്വം നേടിയെടുക്കുക എന്നിവയായിരുന്നു പ്രധാന ലക്ഷ്യങ്ങൾ. എന്തൊക്കെയായിരുന്നു പ്രധാന ലക്ഷ്യങ്ങൾ? സ്ഥിരതയോടുകൂടിയ വളർച്ച, സ്വാശ്രയത്വം നേടിയെടുക്കുക എന്നിവ. ദുർബല വിഭാഗങ്ങളുടെ ഉന്നമനത്തിനാണ് ഊന്നൽ നൽകിയിട്ടുണ്ടായിരുന്നത്. ഗാഡ്ഗിൽ മോഡൽ നടപ്പിലാക്കിയത് 4-ാം പഞ്ചവത്സര പദ്ധതിക്കാലത്താണ്. പക്ഷേ PSCയുടെ ഉത്തര സൂചിക പ്രകാരം 3-ാം പഞ്ചവത്സര പദ്ധതിക്കാലത്താണ് ഈ ഗാഡ്ഗിൽ മോഡൽ നടപ്പിലാക്കിയത്. അലൻ എസ് മന്നെ ആൻഡ് അശോക് രുദ്ര മോഡൽ എന്നറിയപ്പെടുന്ന പദ്ധതിയാണ് 4-ാം പഞ്ചവത്സര പദ്ധതി. ഈ കാലഘട്ടത്തിൽ വന്ന പ്രധാനപ്പെട്ട നേട്ടം എന്ന് പറയുന്നത് ബാങ്കുകൾക്ക് വന്ന പ്രഥമ ദേശസാൽക്കരണമാണ്. അതുപോലെ തന്നെ ഓപ്പറേഷൻ ഫ്ലഡ് ഈ കാലത്താണ് നടന്നത്. എന്താണ് ഓപ്പറേഷൻ ഫ്ലഡ്? ധവള വിപ്ലവത്തെയാണ് നമ്മൾ ഓപ്പറേഷൻ ഫ്ലഡ് എന്ന് പറയുന്നത്. 1970 ഇത് നടന്നത്. ഈ പഞ്ചവത്സര പദ്ധതിയിൽ നമുക്ക് കാര്യമായ വളർച്ചയൊന്നും കൈവരിക്കാൻ പറ്റിയിട്ടില്ല. 5.7% വളർച്ച ലക്ഷ്യം വെച്ച പദ്ധതി 3.3% വളർച്ച മാത്രമേ നേടിയുള്ളൂ. അങ്ങനെ അവരുള്ള കാരണങ്ങൾ എന്ന് പറയുന്നത് 1971 ഇന്തോ പാക് യുദ്ധവും ബംഗ്ലാദേശിൽ നിന്നുള്ള അഭയാർത്ഥി പ്രവാഹവുമാണ്. അപ്പോൾ നമുക്ക് ഒന്നുകൂടി റിവൈസ് ചെയ്യാം.
പ്ലാൻ ഹോളിഡേ 1966 മുതൽ 69 വരെയുള്ള നടന്ന വാർഷിക പദ്ധതികളാണ്. ആ കാലത്തെയാണ് പ്ലാൻ ഹോളിഡേ എന്ന് പറയുന്നത്. ഇന്ദിരാഗാന്ധിയായിരുന്നു ആ സമയത്തുള്ള പ്രധാനമന്ത്രി. 4ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം 1969 മുതൽ 74 വരെയായിരുന്നു. സ്ഥിരതയോടുകൂടിയ വളർച്ച, സ്വാശ്രയത്വം നേടിയെടുക്കുക എന്നിവയായിരുന്നു പ്രധാന ലക്ഷ്യങ്ങൾ. ദുർബല വിഭാഗങ്ങളുടെ ഉന്നമനത്തിന് ഊന്നൽ നൽകിയിട്ടുണ്ടായിരുന്നത് 4ാം പഞ്ചവത്സര പദ്ധതിക്കാലത്താണ്. ഗാഡ്ഗിൽ മോഡൽ നടപ്പിലാക്കിയത് 4ാം പഞ്ചവത്സര പദ്ധതിക്കാലത്താണ്. പക്ഷേ PSCയുടെ ഉത്തരസൂചി പ്രകാരം 3ാം പഞ്ചവത്സര പദ്ധതിക്കാലത്തായിരുന്നു അത്. അലൻ എച്ച് മന്നെ ആൻഡ് അശോക് രുദ്ര മോഡൽ എന്നറിയപ്പെട്ടിരുന്നു. ഈ കാലഘട്ടത്തിലെ പ്രധാന നേട്ടം എന്ന് പറയുന്നത് ബാങ്കുകൾക്ക് വന്ന ദേശസാൽക്കരണവും ഓപ്പറേഷൻ ഫ്ലഡും ആയിരുന്നു. ഈ ഇന്തോ പാക് യുദ്ധവും ബംഗ്ലാദേശിൽ നിന്നുള്ള അഭയാർത്ഥി പ്രവാഹവും ഒക്കെ കാരണം നമുക്ക് കാര്യമായ വളർച്ചയൊന്നും കൈവരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇതുവരെ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ റിവൈസ് ചെയ്തു. മറ്റ് പഞ്ചവത്സര പദ്ധതികളെ കുറിച്ചുള്ള ക്ലാസ്സുകൾ നമുക്ക് അടുത്ത ദിവസങ്ങളിൽ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ക്ലാസ്സുകൾ ഇഷ്ടമായാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.